ഓം ശാന്തി. ഞാൻ ഒരു ആത്മാവാണ്. ഞാൻ വേറെയാണ്. ഈ ശരീരം വേറെയാണ്. എനിക്ക് എൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ പൂർണ്ണമായും നിയന്ത്രണമുണ്ട്. ഞാൻ എൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ പൂർണ്ണമായും ഭരിക്കുന്ന സ്വരാജ്യ അധികാരി ആത്മാവാണ്. ഒരു സെക്കൻഡിൽ എൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെ മേൽ ഓർഡർ കൊടുത്ത് എൻ്റെ മധുരമായ വീടായ പരംധാമത്തിലേക്ക് പറന്നെത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ശിവബാബയുടെ സമീപത്താണ്. ബാബയിൽ നിന്നും വരുന്ന ശക്തിശാലി കിരണങ്ങൾ ആത്മാവാകുന്ന എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഞാൻ വജ്രം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ ഞാൻ പരംധാമത്തിൽ നിന്നും വജ്രം പോലെ തിളങ്ങിക്കൊണ്ട് സാകാര ലോകത്തിലേക്ക്, എൻ്റെ സാകാര ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ദിവ്യമായ ബ്രാഹ്മണാത്മാവിൻ്റെ സ്വരൂപത്തിലാണ്. എൻ്റെ മസ്തകത്തിൽ എൻ്റെ ശ്രേഷ്ഠമായ ഭാഗ്യനക്ഷത്രം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്വരൂപത്തിലൂടെ ഈ വജ്രതുല്യമായ ജീവിതത്തിൻ്റെ അനുഭവം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുണ്യത്തിൻ്റെ കണക്ക് ഞാൻ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വയം എൻ്റെ പുരുഷാർത്ഥത്തിലൂടെ സന്തുഷ്ടമാണ്. മറ്റുള്ള ആത്മാക്കളെയും സന്തുഷ്ടമാക്കുന്ന ആത്മാവാണ് ഞാൻ. ഇതിലൂടെ എൻ്റെ ആശീർവാദങ്ങളുടെ കണക്ക് ഞാൻ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രസന്നതയും ആത്മീയ വ്യക്തിത്വവും എൻ്റെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സദാ ഓരോ സേവയിലും യോഗയുക്തവും യുക്തിയുക്തവുമാണ്. സദാ ബാബയുടെ കഴുത്തിലെ മാലയായിരിക്കുകയാണ് ഞാൻ. ബാബയുടെ വരദാനി കൈകൾ എൻ്റെ തലയിലാണ്. സേവനത്തിൽ ഞാൻ ആത്മീയ ആനന്ദത്തിൻ്റെ അനുഭവം ചെയ്യുകയാണ്. ഏതൊരു പ്രശ്നത്തെയും ബാബയുടെ സ്നേഹത്തിൽ ഞാൻ സഹജമായി മറികടക്കുകയാണ്. ഞാൻ സംഗമയുഗത്തിൽ ഓർമ്മയുടെയും സേവയുടെയും ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സർവഗജനാക്കളെ കൊണ്ട് സമ്പന്നമാണ്. എല്ലാ ആത്മാക്കളെ പ്രതിയും ഞാൻ മാസ്റ്റർ ദാതാവാണ്. ആര് എന്ത് തന്നെ എനിക്ക് തന്നാലും അത് ചീത്തയോ നല്ലതോ ആയിക്കോട്ടെ, സദാ ഞാൻ എൻ്റെ വിശാലമായ മനസ്സുകൊണ്ട് ഒരഴുക്കിനെ പോലും സ്വീകരിക്കുന്നതേയില്ല.
ദാതാവായി അവർക്ക് പോലും സഹയോഗവും സ്നേഹവും ശക്തിയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഗുണങ്ങൾ എൻ്റെ സ്ഥിതിയിലൂടെയും എൻ്റെ പുഞ്ചിരിക്കുന്ന മുഖത്തിലൂടെയും ഞാൻ അവർക്ക് നൽകുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനത്തിൻ്റെ സാഗരനാണ്. മാസ്റ്റർ ശക്തികളുടെ സാഗരനാണ്. ഞാൻ സാഗരത്തിന് സമാനം. ഏത് കാര്യവും സഹജമായി ഉള്ളിലൊതുക്കുകയാണ്. ഞാൻ പരീക്ഷയുടെ രൂപത്തിൽ വരുന്ന ആ ആത്മാവിനോട് പോലും കൂടുതൽ സ്നേഹവും ദയയും നൽകുകയാണ്. ഈ സ്നേഹത്തിലൂടെ ആ ആത്മാവിന് പോലും സ്വതവേ തന്നെ പരിവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സദാ നല്ലത് മാത്രം ചിന്തിക്കുന്ന ആത്മാവാണ്. ശീതളതയുടെയും ഗംഭീരതയുടെയും രമണീകതയുടെയും ബാലൻസിലൂടെ എല്ലാവർക്കും എൻ്റെ പുഞ്ചിരിക്കുന്ന രൂപത്തിൻ്റെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫരിസ്ത സ്വരൂപം, വരദാനി സ്വരൂപം, ദാതാവിൻ്റെ സ്വരൂപം പ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ ഓർമ്മ ചിഹ്നമായ പൂജ്യ സ്വരൂപം ഉണർന്നു വരികയാണ്. ഒരു സുന്ദരവും വിശാലവുമായ ക്ഷേത്രത്തിൻ്റെ ദൃശ്യം എൻ്റെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ഭവ്യമായ വിശേഷപ്പെട്ട മൂർത്തി, ഹർഷിതമായ മുഖം, ദിവ്യമായ കണ്ണുകൾ, അലങ്കാരങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട അതിശോഭനീയമായ അത്ഭുതകരമായ പൂജ്യ സ്വരൂപത്തിൻ്റെ ദൃശ്യം എൻ്റെ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തർ മുന്നിൽ നിൽക്കുന്നു. അവരുടെ മനോകാമനകൾ ഞാൻ എൻ്റെ ഓർമ്മ ചിഹ്നമായ പൂജ്യ സ്വരൂപത്തിലൂടെ പൂർത്തീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വരദാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ പൂജ്യ സ്വരൂപത്തിൻ്റെ ദർശനത്തിലൂടെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തൃപ്തരായിക്കൊണ്ടിരിക്കുകയാണ്, സന്തോഷത്തോടെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഗമയുഗത്തിൽ ആത്മാവാകുന്ന എന്നെ ഇത്രയും പൂജ്യനും ഇത്രയും മഹാനുമാക്കി മാറ്റുന്ന ബാബയോട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ബാബയുടെ സ്നേഹത്തിൽ ഞാനിപ്പോൾ മുഴുകിയിരിക്കുകയാണ്. ഓം ശാന്തി.